എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പി തന്നെ, ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് 1/2 കപ്പ് നമുക്ക് വേണം. ഇതിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ അവലിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും ഒക്കെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാമേ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാമേ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കണേ. മൈദ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉപ്പ്. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കളറിന് വേണ്ടി മാത്രമാണ്, അത് വേണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് 3 റോബസ്റ്റ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി റോബസ്റ്റയ്ക്ക് പഴം ചെറുപഴം ഉണ്ടെങ്കിൽ അതായാലും മതി. നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെയാണോ, ഏത് രീതിയിൽ മുറിച്ചെടുക്കണോ അങ്ങനെ തന്നെ മുറിച്ചെടുക്കാമേ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചരിച്ചാണ് മുറിച്ചെടുക്കുന്നത്. അടുപ്പത്തേക്ക് നമുക്കൊരു പാൻ വെച്ച് തീ ഓണാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 1/4 ടീസ്പൂണിൽ താഴെ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഒന്ന് വിതറി കൊടുക്കുകയാണ് ഈ ബട്ടറിൻ്റെ മുകളിലേക്ക്. അത് കഴിഞ്ഞ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റ പഴം ഞാൻ ഈ ഒരു പാനിലേക്കൊന്ന് നിരത്തി കൊടുക്കുവാണേ. ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആ റോബസ്റ്റ പഴമെല്ലാം ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവും കൂടെ, മുട്ടയും അതുപോലെ തന്നെ മൈദയും ഒക്കെ ചേർത്തുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതും കൂടെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ തയ്യാറാക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലും തേങ്ങയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഈ അവലും തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാമേ. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണേ. മൊസറല്ല ചീസും അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഈ മൊസറല്ല ചീസിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എള്ളിങ്ങനെയൊന്ന് വിതറി കൊടുക്കാമേ. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എള്ളിങ്ങനെയൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ചെറുതീയിൽ തന്നെ അടച്ചു വയ്ക്കാം. ഇനി ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടണേ. അത് പെട്ടെന്ന് തന്നെ മെൽറ്റായിക്കോളും ചീസ്. ഇവൻ ചീസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. കണ്ടോ, ചീസെല്ലാം നല്ലതായി മെൽറ്റായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റ് ഏതാണോ അതിലേക്ക് മാറ്റാം. കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയോണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.